പുതിയ GST നിരക്കുകൾക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിതല സമിതി. 12-28% സ്ലാബുകൾ ഒഴിവാക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം അംഗീകരിച്ചു. ഇനി മുതൽ 5%, 18% എന്നിങ്ങനെ 2 സ്ലാബുകൾ മാത്രമായിരിക്കും GSTക്ക് ഉണ്ടാകുക. കേന്ദ്രമന്ത്രിമാരുടെ ഉപസമിതിയാണ് ഇപ്പോൾ ഇത് അംഗീകരിച്ചിരിക്കുന്നത്. GST കൗൺസിലിൽ ഇനി അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ 12% നികുതിയുള്ള ഇനങ്ങളിൽ ഭൂരിപക്ഷവും 5% സ്ലാബിൽ വരും. 28% നികുതിയുള്ളവ കൂടുതലും 18% സ്ലാബിൽ ഉൾപ്പെടും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ചെങ്കോട്ടയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി GST ഇളവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത്. ആഡംബര കാറുകളുടെ നികുതി 40%-ൽ താഴെയായി നിജപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന. ആരോഗ്യ ഇൻഷുറൻസുകൾക്ക് GST ചുമത്തുന്ന നടപടി ഒഴിവാക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. അന്തിമ തീരുമാനം GST കൗൺസിലിൽ ഉണ്ടാകും. മനുഷ്യ വന്യജീവി സംഘർഷം തടയാനുള്ള നയസമീപന രേഖയുടെ കരട് പ്രസിദ്ധീകരിച്ച് വനം വകുപ്പ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ 1 വർഷത്തെ തീവ്രയത്ന പരിപാടിയാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഉദ്ഘാടനം 31-ന് കോഴിക്കോട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കൃഷി പുനരുജ്ജീവനവും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവും മിഷൻ എന്നാണ് പരിപാടിയുടെ പേര്. ഇതിന്റെ ഭാഗമായി നാട്ടിലെ മുഴുവൻ കാട്ടുപന്നികളെയും പൂർണ്ണമായി ഉന്മൂലനം ചെയ്യും. ഇതിനായി 1 വർഷം നീണ്ടുനിൽക്കുന്ന ജനകീയ പരിപാടി നയത്തിൽ പ്രഖ്യാപിച്ചു. കാട്ടുപന്നികൾ താവളമാക്കിയ കാടുകൾ തൊള്ളുറപ്പ് പദ്ധതിയിൽ വെളുപ്പിക്കും. നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളെ കൊല്ലാൻ ചീഫ് വൈൽഡ് വാർഡനുള്ള അധികാരം വിനിയോഗിച്ചാണ് കൊന്നൊടുക്കൽ. യുവജന ക്ലബ്ബുകൾ, കർഷക കൂട്ടായ്മകൾ, കർഷക തൊഴിലാളികൾ, റബ്ബർ ടാപ്പർമാർ, തൊള്ളുറപ്പ് തൊഴിലാളികൾ, ഷൂട്ടർമാർ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, വനസംരക്ഷണ സമിതികൾ എന്നിവയുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാവും ഇത് നടപ്പാക്കുക. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നേതൃത്വം നൽകും. തൊള്ളുറപ്പ് പദ്ധതിയിൽ കിടങ്ങുകൾ കുഴിച്ചും പന്നികളെ പിടികൂടും. ഇവയെ എങ്ങനെ കൊല്ലാമെന്ന നിയമസാധ്യത വിലയിരുത്തി തീരുമാനിക്കും. ഇപ്പോൾ വെടിവെച്ചു കൊല്ലാനാണ് അനുമതി. കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള നടപടിക്രമങ്ങളും പരിഷ്കരിക്കും. അഭിപ്രായം അറിയിക്കാം. വനം വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച കരടിനെപ്പറ്റി 27 വരെ അഭിപ്രായങ്ങൾ അറിയിക്കാം. അക്രമകാരികളായ വന്യജീവികളെ നേരിടാൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരം നേടിയെടുക്കും. കാനനപാതയോരത്ത് വന്യജീവികളെ ഉപദ്രവിക്കുന്നതും അവയെ ആകർഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളും നിരീക്ഷിക്കാൻ സംവിധാനം വരും. വന്യജീവികൾ കാരണമുള്ള മനുഷ്യമരണങ്ങൾ കുറഞ്ഞു വരുന്നതായും നയരേഖ വ്യക്തമാക്കുന്നു. പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ ഇല്ലാതാക്കുക, നഷ്ടപരിഹാരത്തിന് ഗ്രൂപ്പ് ഇൻഷുറൻസ്, സൗരവേലികൾ സ്മോട്ടാക്കുക തുടങ്ങിയവയാണ് നയരേഖ മുന്നോട്ട് വയ്ക്കുന്ന മറ്റു പരിപാടികൾ. വിവാദ വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി. യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്ന് കാട്ടി അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യനാണ് രാഹുലിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. തനിക്കെതിരെ എവിടെയും പരാതിയില്ലെന്നും ആരും പരാതിപ്പെട്ടിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് പരാതിയിലെ വിവരങ്ങൾ പുറത്തുവന്നത്. യുവതിയുമായി രാഹുൽ നടത്തിയെന്ന് അവകാശപ്പെടുന്ന ഫോൺ സംഭാഷണം ഉൾപ്പെടെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ സംഭാഷണത്തിലെ വിവരങ്ങൾ പരിശോധിച്ച ശേഷം യുവതിയുമായി സംസാരിച്ചു വേണം പോലീസിന് തുടർ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാൻ. പുറത്തുവന്ന ഓഡിയോ സന്ദേശത്തിലാണ് യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളുള്ളത്. ഇത് ഇന്ത്യൻ നിയമപ്രകാരം കുറ്റകരമാണെന്ന് പരാതിക്കാരൻ പറയുന്നു. അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ നിയമ നടപടി വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. തനിക്ക് അശ്ലീല സന്ദേശങ്ങൾ ലഭിക്കുകയും മോശം പെരുമാറ്റം അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് എന്ന യുവനടി റിനി ആൻ ജോർജിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ രാഹുലിന്റേതെന്ന് അവകാശപ്പെടുന്ന ചില ചാറ്റുകളും മറ്റും പുറത്തുവന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് യുവതിയുമായി ഗർഭഛിദ്രം സംബന്ധിച്ച് സംസാരിക്കുന്ന ഫോൺ സംഭാഷണം പുറത്തുവന്നതും. തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയ രാഹുൽ തനിക്കെതിരെ ആരും പരാതിയൊന്നും നൽകിയിട്ടില്ലെന്നാണ് അവകാശപ്പെട്ടത്. കാസർകോട് കുട്ടിയെ മർദ്ദിച്ച പ്രധാനാധ്യാപകനെ സ്ഥലം മാറ്റി. കാസർകോട് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപകനായ M. അശോകയെ GHSS കടമ്പ സ്കൂളിലേക്ക് സ്ഥലം മാറ്റിയതായി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. അശോകിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കുട്ടികൾക്ക് മാനസിക പ്രയാസമുണ്ടാക്കുന്ന തരത്തിലുള്ള യാതൊരു നടപടിയും അധ്യാപകരുടെയോ സ്കൂൾ മാനേജ്മെന്റിന്റെയോ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. വിദ്യാർത്ഥി കേന്ദ്രീകൃതമാകണം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് വ്യാസവിദ്യാപീഠം പ്രീ പ്രൈമറി CBSE സ്കൂളിന്റെ സമീപത്ത് നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു എന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇതിലൊന്ന് പൊട്ടിത്തെറിച്ച ഒരു വിദ്യാർത്ഥിക്കും സ്ത്രീക്കും പരിക്കേറ്റിരുന്നു. RSS ശാഖ ഈ ഗ്രൗണ്ടിൽ നടത്തിയിരുന്നു. സംഭവത്തെ വളരെ ഗൗരവമായാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. നിയമപരമായി കർശന നടപടികൾ ഉണ്ടാകും. സ്കൂളുകൾ വിലയ്ക്ക് വാങ്ങി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ RSS ശ്രമിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു.
ഒന്നിലധികം സ്ത്രീകൾ ഒരു യുവജന നേതാവിനെതിരെ ഉയർത്തിയ ഗൗരവമായ ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജനപ്രതിനിധിക്കെതിരെയാണ് ആരോപണമെന്നത് വളരെ ഗൗരവമായ വിഷയമാണ്. ഈ വനിതകൾക്ക് പേര് വെളിപ്പെടുത്താൻ ഏതെങ്കിലും തരത്തിലുള്ള ഭീതിയുണ്ടെങ്കിൽ അവർ ഭയപ്പെടേണ്ടതില്ല. ആരോപണം ഉന്നയിക്കുന്നവർക്ക് പേര് വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും പോലീസിൽ പരാതി നൽകാൻ അവർക്ക് കഴിയും. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്യും. ഇരകളുടെ പ്രാത്യാഗത പൂർണ്ണമായും സംരക്ഷിക്കപ്പെടും. ഒരു വനിത ആരോപണ വിധേയനായ നേതാവിന്റെ പാർട്ടിയിലെ ഉന്നതരെ പേര് വിവരങ്ങൾ സഹിതം അറിയിച്ചിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നേതാക്കൾക്ക് ചില നിയമപരമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ക്രിമിനൽ നടപടിച്ചട്ടം പ്രകാരം ഏതെങ്കിലും വ്യക്തി ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ അത് പോലീസിനെ അറിയിക്കാൻ ബാധ്യതയുണ്ട്. ജനപ്രതിനിധി വോട്ടർമാരോട് കടപ്പെട്ടിരിക്കുന്നു. ആരോപണങ്ങൾ വന്ന സ്ഥിതിക്ക് ഈ വ്യക്തി ജനപ്രതിനിധിയാണെങ്കിൽ മാപ്പ് പറഞ്ഞ് സ്ഥാനം രാജിവെക്കണം. അങ്ങനെ ചെയ്യാത്ത പക്ഷം അയാളുടെ പ്രസ്ഥാനം രാജി ചോദിച്ചു വാങ്ങണം. ഇല്ലെങ്കിൽ പൊതുസമൂഹം, പ്രത്യേകിച്ച് സ്ത്രീകൾ, ആ പ്രസ്ഥാനത്തിന് ഒരിക്കലും മാപ്പ് നൽകില്ല. വിവാദ വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി. യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്ന് കാട്ടിയ അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യനാണ് രാഹുലിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. തനിക്കെതിരെ എവിടെയും പരാതിയില്ലെന്നും ആരും പരാതിപ്പെട്ടിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് പരാതിയിലെ വിവരങ്ങൾ പുറത്തുവന്നത്. യുവതിയുമായി രാഹുൽ നടത്തിയെന്ന് അവകാശപ്പെടുന്ന ഫോൺ സംഭാഷണം ഉൾപ്പെടെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ സംഭാഷണത്തിലെ വിവരങ്ങൾ പരിശോധിച്ച ശേഷം യുവതിയുമായി സംസാരിച്ചു വേണം പോലീസിനെ തുടർ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാൻ. പുറത്തുവന്ന ഓഡിയോ സന്ദേശത്തിലാണ് യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളുള്ളത്. ഇത് ഇന്ത്യൻ നിയമപ്രകാരം കുറ്റകരമാണെന്ന് പരാതിക്കാരൻ പറയുന്നു. അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ നിയമ നടപടി വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. തനിക്ക് അശ്ലീല സന്ദേശങ്ങൾ ലഭിക്കുകയും മോശം പെരുമാറ്റം അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് എന്ന യുവനടി റിനി എൻ ജോർജിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ രാഹുലിന്റേതെന്ന് അവകാശപ്പെടുന്ന ചില ചാറ്റുകളും മറ്റും പുറത്തുവന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് യുവതിയുമായി ഗർഭചിത്രം സംബന്ധിച്ച് സംസാരിക്കുന്ന ഫോൺ സംഭാഷണം പുറത്തുവന്നതും. തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയ രാഹുൽ തനിക്കെതിരെ ആരും പരാതിയൊന്നും നൽകിയിട്ടില്ലെന്നാണ് അവകാശപ്പെട്ടത്. ഓൺലൈൻ ഗെയിമിംഗ് ആപ്ലിക്കേഷനുകൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്ന ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. പ്രതിപക്ഷ ബഹളത്തിനിടെ ചർച്ചയില്ലാതെ ശബ്ദവോട്ടോടെ വ്യാഴാഴ്ച രാജ്യസഭ ബിൽ പാസാക്കി. ലോക്സഭയിൽ നേരത്തെ ബിൽ പാസായിരുന്നു. പണം വെച്ചുള്ള ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളുടെ പ്രവർത്തനം, പരസ്യം എന്നിവ നിരോധിക്കുന്നത് ദ പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ. പണം വെച്ചുള്ള ഓൺലൈൻ ഗെയിമിംഗിന് 3 വർഷം തടവോ അല്ലെങ്കിൽ 1 കോടി രൂപ വരെ പിഴയോ ഏർപ്പെടുത്തണമെന്നും ബിൽ നിർദ്ദേശിക്കുന്നു. പണം വെച്ചുള്ള ഗെയിമിംഗ് ലഹരി പോലെ ആളുകളെ അടിമയാക്കുന്നതാണ് ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. പണം വെച്ചുള്ള ഗെയിമിംഗ് ആപ്പുകൾക്ക് പിന്നിലുള്ള സ്വാധീനമുള്ള വ്യക്തികൾ ബില്ലിനെതിരെ കോടതിയെ സമീപിക്കും. ഈ നിരോധനത്തിനെതിരെ അവർ സമൂഹമാധ്യമങ്ങളിൽ ക്യാമ്പയിനുകൾ തുടങ്ങും. ഇത്തരം ഗെയിമുകളുടെ പ്രത്യാഘാതങ്ങളും ഈ പണം എങ്ങനെയാണ് ഭീകരവാദത്തെ സുനിർഭിക്കുന്നതെന്നും നമ്മൾ കണ്ടതാണ്, മന്ത്രി പറഞ്ഞു. ഓൺലൈൻ ഗെയിമുകളുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ തടയാനാണ് നിയമ ഭേദഗതി. ഓൺലൈൻ വാദവയ്പുകൾക്കും ശിക്ഷയും പിഴയും ഏർപ്പെടുത്തും. സെലിബ്രിറ്റികൾ ഗെയിമിംഗ് ആപ്പുകളുടെ പരസ്യങ്ങളിൽ അഭിനയിക്കുന്നതും ബില്ലിൽ നിരോധിച്ചിട്ടുണ്ട്. ആപ്പുകൾ പരസ്യം ചെയ്താൽ 2 വർഷം വരെ തടവും 50 ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ. കുറ്റം ആവർത്തിച്ചാൽ 3 മുതൽ 5 വർഷം വരെ തടവും 2 കോടി രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കും. കോടിക്കണക്കിന് രൂപയാണ് ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളുടെ പേരിൽ ഇന്ത്യൻ വിപണിയിൽ നിക്ഷേപിക്കപ്പെടുന്നത്. ബിൽ നിയമമാകുന്നതോടെ ഒട്ടേറെ ഗെയിമിംഗ് ആപ്പുകൾ ലഭ്യമല്ലാതാകും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. യുവനടിക്ക് അശ്ലീല സന്ദേശമയച്ച വിഷയത്തിൽ ഉയർന്ന വിവാദങ്ങളെ തുടർന്നാണ് ഗതികെട്ട് രാജിവെച്ചത്. രാജിക്കത്ത് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറി. വിഷയത്തിൽ ധാർമ്മികതയുടെ പുറത്താണ് രാജിവെക്കുന്നതെന്ന് രാഹുൽ വ്യക്തമാക്കി. അടൂരിലെ വീട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജി പ്രഖ്യാപിച്ചത്. പാർട്ടി പ്രവർത്തകർ സർക്കാരിനെതിരായി നിലപാടെടുക്കുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങളിൽ ന്യായീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധി സൃഷ്ടിക്കുന്നില്ല. അതുകൊണ്ട് രാജിവെക്കുകയാണ്. കുറ്റം ചെയ്തതുകൊണ്ടല്ല രാജിവെക്കുന്നതെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. സർക്കാർ കാറും CPM-ഉം പ്രതിരോധത്തിലായ ഘട്ടത്തിലാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നതെന്നും തനിക്കെതിരെ ഔദ്യോഗികമായി പരാതി ഉയർന്നിട്ടില്ലെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. തനിക്കൊപ്പം നിന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കെല്ലാം നന്ദി പറയുന്നുവെന്നും രാഹുൽ വ്യക്തമാക്കി. അടൂരിലെ വീട്ടിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ഉച്ചയ്ക്ക് 1:30 രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെക്കുന്നുവെന്ന് അറിയിച്ചത്. എനിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട്. നാളെയും ആ സൗഹൃദം തുടരുമെന്നാണ് കരുതുന്നത്. മലയാള സിനിമയിലെ ഒരു നടി എന്റെ പേര് പറഞ്ഞിട്ടില്ല. ഞാൻ ഈ രാജ്യത്തെ ഭരണ സംവിധാനത്തിനും ഭരണഘടനയ്ക്കെതിരായി ഒന്നും ചെയ്തിട്ടില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഈ രാജ്യത്തെ നീതിന്യായ സംവിധാനത്തിൽ വിശ്വാസമുണ്ട്. ആരും എനിക്കെതിരെ പരാതി നൽകിയിട്ടില്ല. പരാതി വന്നാൽ അതിന് ഞാൻ മറുപടി നൽകും. ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചുവെന്ന് പരാതി ഏതെങ്കിലും വ്യക്തി എനിക്കെതിരെ നൽകിയിട്ടില്ല. അങ്ങനെയൊരു പരാതി വന്നാൽ മറുപടി നൽകാം, രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു. ഇന്നത്തെ കാലത്ത് ഒരു ഓഡിയോ സന്ദേശമുണ്ടാക്കാൻ പ്രയാസമില്ല. മാധ്യമങ്ങൾ പരാതിയില്ലാത്ത ഗർഭചിത്രത്തെക്കുറിച്ച് പറയുന്നു. ഈ നാട്ടിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ തനിക്കെതിരെ പരാതി ഉണ്ടോ? സർക്കാരിലെ അന്തഛിദ്രം മറയ്ക്കാനാണ് ശ്രമം. താൻ എവിടെയും പോയിട്ടില്ല, സ്വന്തം വീട്ടിൽ തന്നെയുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു.
രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ AICCക്ക് നൽകിയ പരാതികളും ഇപ്പോൾ പുറത്തുവന്ന വെളിപ്പെടുത്തലുകളും കണക്കിലെടുത്താണ് കടുത്ത നടപടിയിലേക്ക് രാഹുലിന്റെ രാജി ഹൈക്കമാൻഡ് ചോദിച്ചു വാങ്ങിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അദ്ദേഹം മറുപടി പറയണമെന്ന് പാർട്ടിയിൽ ആവശ്യമുയർന്നിരുന്നു. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യവും ശക്തമായിരുന്നു. അന്വേഷണ വിധേയമായി രാഹുലിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു. പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നും അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും ആരോപിച്ച് നടി റിനി ആൻ ജോർജാണ് ബുധനാഴ്ച വെളിപ്പെടുത്തൽ നടത്തിയത്. ആരുടെയും പേര് പറയാതെയായിരുന്നു ആരോപണങ്ങളെങ്കിലും പാർട്ടി ഗ്രൂപ്പുകളിൽ രാഹുലിന്റെ പേര് പരാമർശിച്ചു തന്നെയാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നത്. ഒരു പ്രവാസി എഴുത്തുകാരിയും രാഹുലിന്റെ പേര് പറഞ്ഞ് ആരോപണമുന്നയിച്ചതോടെ രാഹുൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി. ആരോപണങ്ങൾക്ക് രാഹുൽ മറുപടി പറയണമെന്നും തെറ്റായ ആരോപണമാണ് ഉന്നയിച്ചതെങ്കിൽ ഉന്നയിച്ചവർക്കെതിരെ കേസ് കൊടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി RV സ്നേഹ പ്രതികരിച്ചിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പ്രതിഷേധം കടുപ്പിച്ചിരുന്നു. പത്തനംതിട്ടയിലെ രാഹുലിന്റെ വീട്ടിലേക്ക് DYFI പ്രതിഷേധം സംഘടിപ്പിച്ചു. വീട്ടിലേക്ക് തള്ളിക്കയറിയാണ് പ്രതിഷേധം. വയനാട്ടിലും പാലക്കാടും പ്രതിഷേധ മാർച്ചുകൾ നടന്നു. MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച പ്രവർത്തകർ പാലക്കാട് മാർച്ച് നടത്തി. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. താരപരിവേഷത്തിന്റെ പാരമ്യത്തിൽ നിന്ന് ഒറ്റപ്പെടലിന്റെ അനാഥത്വത്തിലേക്കാണ് ഒറ്റ രാത്രി കൊണ്ട് യൂത്ത് കോൺഗ്രസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വീണുപോയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കും പാലക്കാട് MLA സ്ഥാനത്തേക്കുമെല്ലാം കൈപിടിച്ചുയർത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടി കൈവിട്ടതോടെ രാഹുലിന്റെ ഭാവി പ്രതിഷേധം തന്നെ ഇരുട്ടിലാണ്.